സംസാരിച്ചതിനായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ വർഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായിരുന്നു. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കൂടുതലായിട്ട് ദൈവവചനം വായിക്കാനും പഠിക്കാനും ഒക്കെ സമയം കർത്താവ് തന്നു, അനുവദിച്ചു. പ്രശ്നങ്ങളും വേദനകളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കർത്താവിന് വേണ്ടിയില്ലാതെ തന്നെ മുമ്പോട്ട് പോയി ഇതുവരെയും കർത്താവ് എത്തിച്ചു. ഇനി നമ്മുടെ മുൻപിൽ ചില നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ 2024 പറയാനുള്ളത്. പക്ഷെ 2024 ദൈവം നടത്തിയ ഓരോ വിധങ്ങളും, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവം നടത്തിയ ഓരോ വിധങ്ങളും എണ്ണി പറഞ്ഞാൽ ഒരുപാടുണ്ട്. അതിലൊക്കെ എങ്ങനെ ദൈവത്തിന് നന്ദി പറയണം അറിയില്ല. പക്ഷേ നമുക്കൊന്ന് മാത്രമേ ഉള്ളൂ, കിട്ടിയ ഒരു അവസരം ഉണ്ടെങ്കിൽ ഒരു വാക്കിൽ സ്തോത്രമെങ്കിലും പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. 2024 വർഷങ്ങൾക്ക് മുൻപ് കാൽവറി ക്രൂശിൽ ഗോൽഗോഥായിൽ യേശു കർത്താവ് മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ ക്രൂശിക്കപ്പെട്ടു. നമുക്കറിയാം, 200 റാത്തലിന് മുകളിൽ തൂക്കമുള്ള പച്ചപ്പയൻമര കുരിശ് താൻ താങ്ങിയെടുത്ത് വ്യത്യസ്തമായ 10 ഇടങ്ങളിൽ താൻ വീണ്ടും എഴുന്നേറ്റും മാനവരാശിയുടെ കുലപാതകങ്ങൾ മുഴുവനും സ്വന്തം ശിരസിലേറ്റുവാങ്ങി കാൽവറി കൊലക്കളത്തിൽ മാനവരാശിക്ക് വേണ്ടി മരിച്ചു. അവൻ അടക്കപ്പെട്ടു. നമുക്ക് വേണ്ടി ഇന്നും ഉയർത്തെഴുന്നേറ്റ് ജീവിക്കും. ഹല്ലേലൂയ. ഞാനിങ്ങനെ ഓർക്കാറുണ്ട്, കഴിഞ്ഞ നാളുകളിലൊക്കെ വസ്ത്രമില്ലാതിരിക്കുമ്പോൾ, ആഹാരമില്ലാതിരിക്കുമ്പോൾ, പ്രയാസപ്പെടുന്ന സാഹചര്യത്തിൽ നമ്മുടെ നോട്ടം കർത്താവിലേക്ക് കൊടുത്താൽ നമ്മുടെ ജീവിതത്തിലെ ഉള്ളത് അത് വലിയൊരു ബ്ലെസ്സിംഗ് തന്നെ. ഹല്ലേലൂയ. യേശു കർത്താവ് കാൽവറിയിലേക്ക് ഗബഥ എന്ന് പറയുന്ന കൽത്തളം മുതൽ അങ്ങോട്ട് കയറിക്കും. ഉറങ്ങരുത്, കുറച്ച് സമയം കൂടി ഉള്ളൂ. വേഗം നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവവചനത്തിൽ നിന്ന് കേൾക്കുകയും ചെയ്യാം. കുരിശു ചുമന്നവൻ ഗിരിമുകളേറി കുരിശു ചുമന്നവൻ ഗിരിമുകളേറി പിരിച്ചു കൈകാകളെ അതിനെ കുരിശു ചുമന്നവൻ ഗിരിമുകളേറി പിരിച്ചു കൈകാകളെ അതിനെ ശരിക്കും വാണികൾ കറപതിനു സ്മരിക്കുകയും ശരിക്കും വാണികൾ കറപതിനു സ്മരിക്കുകയും ദൈവകരുണയിൽ വന്യമോ ദൈവകരുണയിൽ ധനമാർഗ്യം ദേവസുതൻ പശുശാലയിൽ നരനാ ദേവസുതൻ പശുശാലയിൽ നരനാ അവതരിച്ചതു വെറും കഥയോ. ദേവസുതൻ പശുശാലയിൽ നരനാ അവതരിച്ചതു വെറും കഥയോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ഭുവനമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ. ദൈവകരുണയിൽ ധനമാർഗ്യം വന്യമോ ദൈവകരുണയിൽ ധനമാർഗ്യം പരമസമ്പന്നനീ ധരണിയിലേറ്റം പരമസമ്പന്നനീ ധരണിയിലേറ്റം ദരിദ്രനായി തീർന്നു സോമനസാ. പരമസമ്പന്നനീ ധരണിയിലേറ്റം
ചുമന്നവൻ ഗിരിമുകളേറി കുരിശു ചുമന്നവൻ ഗിരിമുകളേറി പിരിച്ചു കൈകാലേ അതിലേ കുരിശു ചുമന്നവൻ ഗിരിമുകളേറി പിരിച്ചു കൈകാലേ അറിയാമോ ചേർന്ന് പറയാം സർവശക്തനെ, അവിടുത്തെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ തന്ന് ഞങ്ങളുടെ പാപത്തെ മാറ്റി, ഞങ്ങളുടെ ശാപത്തെ മാറ്റി, ഞങ്ങളുടെ വേദനകളെ തീർത്ത്, ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കി, ഇന്നയോളം ഞങ്ങളുടെ കൂടെ ഇരുന്ന് നടത്തിയ എല്ലാ കൃപകൾക്കും ഭാഗ്യത്തിനും ഞങ്ങൾ ഈ സന്ധ്യയിൽ നന്ദി പറയും. അവിടുത്തെ മക്കളെ ഞങ്ങൾക്ക് ഒന്നിച്ച് സർവശക്തനെ ആരാധിക്കുവാൻ, അങ്ങേ മഹത്വപ്പെടുത്തുവാൻ തന്ന ഈ നല്ല അവസരത്തിന് പിന്നെയും ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ കൃപയുടെ മറവിൽ ഞങ്ങളെ സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഗൈഡ് ചെയ്യണം. യേശുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ നല്ലൊരു രാവിലെ പറഞ്ഞു. ഇടത്തും വലത്തും ഇരിക്കുന്ന ഒരാൾക്ക് ചെറുതായിട്ട് ഒരു ഇടി ആ തോളത്തൊന്ന് കൊടുത്താൽ കൈ കൊടുക്കാനല്ല, ചെറിയൊരു ഇടി കൊടുക്കാൻ. ഒന്ന് ഇടിച്ച്, ചെറുതായിട്ടൊന്ന് ഇടിച്ച്, എന്നിട്ട് പറഞ്ഞ ഉറങ്ങരുത്. ഇടിച്ചോ, എന്നിട്ട് എന്താ പറയേണ്ടത്? ഉറങ്ങരുത്. ഹല്ലേലൂയ. ഇനി നമ്മൾ അരമണിക്കൂർ മാത്രം സമയം ഇത് നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയും ഒപ്പം തന്നെ ചിരിക്കുകയും കൂടെ ചെയ്യണം, സന്തോഷിക്കുകയും കൂടി ചെയ്യണം. ഇത് ദൈവം നമുക്ക് തന്ന നല്ല അവസരമാണല്ലോ. ദൈവവചനത്തിലേക്ക് വേഗം പ്രവേശിക്കും. അതിന് തൊട്ട് മുൻപ് വേഗം നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന കുറിവാക്യം, ഈ വർഷത്തെ ദൈവം നമ്മളോടും സഭയോടും അറിയിച്ച അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശം നമ്മുടെ കയ്യിൽ എല്ലാവർക്കും കിട്ടി. ഇങ്ങനെയാണ്: ഞാൻ വേഗം വരുന്നു, എന്റെ കിരീടം ആരും എടുക്കാതിരിക്കേണ്ടതിന് നിനക്കുള്ളത് മുറുകെ പിടിക്കുക, വിജയിക്കുന്നവനെ ഞാൻ എന്റെ ആലയത്തിന്റെ തൂണാക്കും. ഹല്ലേലൂയ. ആരെയാണ്? ജയിക്കുന്നവനെ, വിജയിക്കുന്നവനെ. ഈ ലോകത്തിൽ കഷ്ടതയുണ്ട് എന്ന് പറഞ്ഞു കൊടുത്തേ. ഇടത്തോ വലത്തോ ഇരിക്കുന്നവർക്കൊന്ന് ഉറക്കെ പറഞ്ഞു കൊടുത്തേ. കഷ്ടതയുണ്ട്, പ്രയാസമുണ്ട് പറഞ്ഞു കൊടുത്തേ. രോഗമുണ്ട്, കയ്യെ തട്ടിക്കൊണ്ട് വന്ന രോഗമുണ്ട്. നിന്ന കയറി വരും, ഒറ്റപ്പെടുത്തലുണ്ടാകും, പരിഹാസം ഉണ്ടാകും. പക്ഷെ കർത്താവ് കൈവിടത്തില്ല. ഹല്ലേലൂയ. എത്രപേർക്ക് സന്തോഷമുണ്ട്? അപ്പൻ മാറിപ്പോകും, അമ്മ മാറിപ്പോകും, കൂട്ടുകാരി മാറിപ്പോകും, എന്തെങ്കിലും മാറിപ്പോകും, കൂടപ്പുറപ്പുകൾ മാറിപ്പോകും. പക്ഷെ മാറ്റമില്ലാത്ത ഒരുവനുണ്ട്. അവനെ മുറുകെ പിടിച്ചോ, അവനാണ് നമ്മുടെ സർവസ്വവും. അവനല്ലാതെ വേറെ ആരും നമുക്കില്ല. നല്ലൊരു ഗിഫ്റ്റ് തരാൻ പോവുക. ഈ കുറിവാക്യം ബൈബിളിൽ എവിടെയാണെന്ന് ഇതിന്റെ റഫറൻസ് സഹിതം പറയാമെങ്കിൽ
എന്റെ ഓടി വന്ന് ഗിഫ്റ്റ് എടുത്തു കൊടുത്ത് ഗിഫ്റ്റ് എടുത്തോ, ഓടി വന്ന് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്, ഗിഫ്റ്റ് എടുക്കുക. അമ്പിളി സിസ്റ്റർ കൈ നോക്കിയിട്ടുണ്ട്. അമ്പിളി സിസ്റ്റർ ഗൂഗിളിലൊന്നും നോക്കിയില്ലല്ലോ. സോറി, അന്ന് എന്റെ ചെവിയിലെ പറയാമോ ഓടി വാ. അത് തന്നെയാണോ? വേറെ ആരെങ്കിലും ഇനി തെറ്റിയാൽ പറയുന്നുണ്ടോ? രണ്ടുപേരായി. ഓക്കെ, വേറെ ആരാ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? വേറെ ആരെങ്കിലും ഉണ്ടോ? രണ്ടെണ്ണം തെറ്റിപ്പോയി. തെറ്റി. ആരെങ്കിലും കേട്ടോ? കേട്ടില്ല. അതും തെറ്റി. വേറെ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഈ 5 പേജും പറഞ്ഞ ഉത്തരം ശരി. പക്ഷെ അമ്പിളിയല്ലേ ഫസ്റ്റ് വന്നത്. അമ്പിളിക്ക് ഗിഫ്റ്റ് കൊടുക്കാം. അമ്പിളിക്ക് ഈ ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ മാമ്പതിലെ സുമതിയമ്മ ഓടി വന്ന് മുമ്പോട്ട് വന്നിട്ട്, മാമ്പതിലെ സുമതിയമ്മ വീഴാതെ ഓടി വാ. വീഴാതെ ഓടി വന്നിട്ട് കരവടി, എല്ലാവരും കരവടിക്ക്. കാരണം ഇത് നിസ്സാരമായ ഒരു ഗിഫ്റ്റ് അല്ല, ഇത് വേറൊരു ഗിഫ്റ്റാണ്. ബൈബിൾ വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും പ്രയോജനപ്പെടുന്ന, അനുഗ്രഹിക്കപ്പെട്ട വിലപിടിപ്പുള്ള ഒരു നല്ലൊരു ബുക്കാണ് ഇത്. സുമതിയമ്മ ഈ സമയത്ത് അസംബ്ലിക്ക് ഹാൻഡ് ഓവർ ചെയ്യപ്പെടും. നേരെ ദൈവവചനത്തിലേക്ക്. സഭാപ്രസംഗി 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. സഭാപ്രസംഗി chapter 7 verse 8. 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യം. ശബ്ദമുയർത്തി ബൈബിൾ എടുത്ത്. ഇനിയുള്ള സമയം വളരെ സസൂക്ഷ്മ ദിവസങ്ങളിൽ ഇരിക്കേണ്ട സമയമാണ്. നമ്മൾ ഏത് ശുശ്രൂഷകളിലും ഏറ്റവും നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് ദൈവവചനത്തിനാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വിടുതൽ ശുശ്രൂഷയും പ്രവചനവും ഒക്കെ ദൈവവചനത്തിനാണ്. ആധികാരികത ദൈവവചനത്തിലേക്ക് വേഗം പ്രവേശിക്കാം. സഭാപ്രസംഗി 7-ാം അധ്യായം അതിന്റെ 8-ാമത്തെ തിരുവചനം. ഒന്നിട്ടേ പോലെ സഭാപ്രസംഗി 7:8 വേഗം വായിച്ചാട്ടെ. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ, സൗണ്ട് കൊടുക്കുക, ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ, ശ്രദ്ധിച്ചു കേട്ടോണം, അതിന്റെ അവസാനം നല്ലതാണ്. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ, തുടക്കത്തെക്കാൾ അതിന്റെ അവസാനം നല്ലതാണ്. ഈ വചനം ശരിക്കും എന്നെ സംബന്ധിച്ച് പുതുവർഷത്തിൽ കൊടുക്കാൻ പറ്റിയതാണോ എന്നുള്ള കാര്യത്തിൽ എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചു. ഞാൻ 3-4 ദിവസമായിട്ട് ദൈവവചനവുമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഭാഗം തന്നെ ഷെയർ ചെയ്യണമോ അതോ മറ്റേതെങ്കിലും ഒരു ഭാഗം എടുക്കണോ എന്നുള്ള കൺഫ്യൂഷൻ ഇരിക്കുമ്പോ അവസാനം വന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് ഈ ഭാഗത്ത് തന്നെയാണ്. ഇവിടെ വ്യക്തമായി സഭാപ്രസംഗി ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. ലോകമായ സകലതുമായ എന്നൊക്കെ പറഞ്ഞിട്ട് താൻ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ വരുന്നതിന് മുൻപ് നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഒരു കാര്യത്തിന്റെ ആരംഭത്തെക്കാൾ, ഒരു കാര്യത്തിന്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ തുടക്കത്തെക്കാൾ ഏറ്റവും നല്ലത് അവസാനമാണ്. അങ്ങനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ 2024 സംബന്ധിച്ച് രാജേഷ് ഒരു സാക്ഷ്യം പറഞ്ഞു. ഏറ്റവും എൻഡ് അല്ലെ 2024 ഡിസംബർ 31-ാം തീയതി കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനാ വിഷയത്തിന്റെ മറുപടി ഏറ്റവും അവസാനത്തെ ദിവസം ദൈവം കയ്യിലേക്ക് കൊണ്ടുപോകുന്നു. കുഞ്ഞുങ്ങളും ഈ സമയത്ത് തന്നെ ഉണ്ടായിരുന്നു. ഏകദേശം ജനുവരി 4-ാം തീയതി അനീഷിന് ദൈവം കുഞ്ഞിനെ കൊടുത്തു. ഡിസംബർ 8-ന് നമ്മുടെ ബോബൻ ചീനൊരു കുഞ്ഞുങ്ങളെ കൊടുത്തു. ഡിസംബർ 8-ന്
ഈ കഴിഞ്ഞ നാളുകളിലൊക്കെ ഉള്ള പ്രാർത്ഥനകളുടെ ഒക്കെ ഇവരുടെയൊക്കെ മറുപടി വന്നത് ഏറ്റവും അവസാന ഭാഗത്താണ്. ആ വർഷത്തിന്റെ അവസാന ഭാഗത്താണ്. ഞാനും പറയുന്ന ഒരു കാര്യം ഇതാ, തുടക്കം ഒരിക്കലും അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയമല്ലായിരുന്നു എങ്കിലും ഒടുക്കം എന്ന് പറയുന്നത് അതൊരു അനുഗ്രഹത്തിന്റെ സമയമായിരുന്നു. ഇന്ന് ദൈവത്തെ പോലും ത്യജിച്ച് കളയുന്ന, ദൈവത്തെ പോലും മറുതലിച്ച് ദൈവത്തെ വിട്ട് ഓടി നടക്കുന്നതിന്റെ പിന്നിലെ രഹസ്യം നമ്മൾ പിടിക്കുന്നിടം ഒടിച്ചെടുക്കണമെന്നുള്ള നമ്മുടേതായ വാശി നമ്മുടെ മുൻപിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഒരു കാര്യവും സക്സസ് ആകാതെ പോകുന്നത്. ഞാൻ ഇന്ന് തുടക്കത്തിൽ പറഞ്ഞു ഷൈനി വിൽസന്റെ ഓട്ടം. ഷൈനി വിൽസന്റെ ഓട്ടം തന്റെ നോട്ടം ഇടത്തോട്ടോ വലത്തോട്ടോ വിടാതെയുള്ള ഒരു നോട്ടമായിരുന്നു എങ്കിൽ തനിക്ക് ഏറ്റവും മഹനീയമായ ഒരു അനുഗ്രഹം, ഒരു സമ്മാനം പ്രാപിക്കാമായിരുന്നു ഒളിമ്പിക്സിൽ. പക്ഷെ ട്രാക്ക് ഒരല്പം തെറ്റിപ്പോയി. ഈ വിശ്വാസ കോളത്തിൽ, ഈ ആത്മീയ കോളത്തിൽ നമ്മൾ ഓടുമ്പോ ഭാര്യയെ നോക്കിയോ, ഭർത്താവിനെ നോക്കിയോ, മക്കളെ നോക്കിയോ, നമ്മുടെ മുൻപിൽ വരുന്ന പ്രശ്നത്തെ നോക്കിയോ, നന്മയെ നോക്കിയോ ഓടിയാൽ ഒരു പക്ഷേ ഓർത്തോണം നമ്മുടെ മുൻപിൽ വീഴ്ചകൾ വരാറുണ്ട്. ഞാൻ ഇടയ്ക്ക് ഒരു മീറ്റിംഗിൽ പറഞ്ഞു, അത് വേറെ ഒന്നുമല്ല, ബൈബിളിലുള്ള കാര്യമൊന്നുമല്ല, അല്ലാത്തൊരു കാര്യമാണ്. ദൈവത്തെ മറുതലിച്ചും ദൈവഹിതമല്ലാത്ത രീതിയിലും ഒക്കെ നടന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കണ്ടറിയണം. ഞാൻ അതിനൊരു എക്സാമ്പിൾ ഒരു ലൈഫ് ഗ്രൂപ്പിൽ കൊടുത്തത് ഇങ്ങനെയാണ്. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റ് നടത്തുന്നതും ഭവാൻ. പിന്നെ അടുത്തത് മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും. അപ്പം മക്കളെ കണ്ടു, മാമ്പൂ കണ്ടു ഒന്നും നമ്മൾ എന്ത് ചെയ്തേക്കരുത്, അഹങ്കരിച്ചേക്കരുത്, മറുതലിച്ചേക്കരുത്. ഈ ജീവനുള്ള ദൈവത്തെ മുറുകെ പിടിച്ച് ദൈവഭയത്തിൽ ദൈവത്തോട് ചേർന്നിരുന്ന് ദൈവ ഇഷ്ടത്തിന് വേണ്ടി തന്നെ നമ്മുടെ ജീവിതം വിട്ടുകൊടുത്ത് ദൈവപ്രസാദം അനുഭവിക്കുവാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ദൈവമായിട്ട് ഉടമ്പടി എടുത്താൽ 100% നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മൾ അറിയാതെ നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കും. ഞാനിടയ്ക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യമാണ് ഇയ്യോബിന്റെ ചരിത്രം. ഇന്നലെ ഞാൻ പ്രസംഗിച്ചു. ഇയ്യോബിന്റെ ചരിത്രം എല്ലാ നന്മകളും ഉണ്ടായിരുന്നു. തന്റെ 7 ആൺമക്കൾ മരിച്ചു, 3 പെൺമക്കൾ പോയി, ഉണ്ടായിരുന്ന സകല സമ്പത്തും നശിച്ചു, എല്ലാം തീർന്നുപോയി. എല്ലാം തീർന്നു പോയിട്ടും തന്റെ ശരീരത്തിൽ ശാരീരികമായ പ്രയാസം അനുഭവിച്ചപ്പോഴും, ഭാര്യയിരുന്ന് കുറ്റം പറഞ്ഞപ്പോഴും താൻ എടുത്തെടുത്ത് ആവർത്തിച്ച് പറഞ്ഞ കാര്യം ഇത്രയേ ഉള്ളൂ: നീ ഒരു പൊട്ടി സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നു. ഞാൻ ദേഹസഹിതനായി ക്ഷയിച്ച് ജീർണിച്ച് ഞാൻ മരിച്ചാലും ഞാൻ ഒരു ദിവസം എന്റെ ദൈവത്തെ കാണും. ഈ പ്രത്യാശയുടെ ജീവിതം നയിക്കാൻ ഇന്ന് വിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. പലരും ഈ ലോകത്തിൽ ആത്മീയ ജീവിതം തിരഞ്ഞെടുക്കുന്നത്, ക്രൈസ്തവ ജീവിതത്തിലേക്ക് ചുവടുവെക്കുന്നത് എന്തൊക്കെയോ ഭൗതിക നന്മകൾ കണ്ടിട്ടാണ്. ഈ കാലഘട്ടത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഭൗതികമായ നന്മകളും ഭൗതികമായ അനുഗ്രഹങ്ങളും എല്ലാം 100% അത് നാളെ മറ്റൊരാളുടെ കയ്യിൽ ഹാൻഡ് ഓവർ ചെയ്യപ്പെടും. നമ്മൾ ഉടുക്കുന്ന വസ്ത്രമാണെങ്കിലും, നമ്മൾ ഉറങ്ങുന്ന ബെഡാണെങ്കിലും, നമ്മൾ ഇന്ന് സ്വന്തമെന്ന് അഭിമാനിക്കുന്ന മണ്ണുപോലും നാളെ മറ്റൊരാളുടെ കയ്യിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാൽ കൊള്ളാമെന്ന് ഞാൻ തുടക്കത്തിലെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഈ ഭാഗത്ത് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ഒരു പരമപ്രധാനമായ വ്യക്തിത്വം വേഗം ഒന്ന് വായിക്കാമോ? ലൂക്കോസിന്റെ സുവിശേഷം 23-ാമത്തെ അധ്യായം വേഗം ഒന്ന് കൊണ്ടുവരാം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം, അതിന്റെ 39, 40, 41, 42, 43 വാക്യങ്ങൾ ഒന്ന് ശബ്ദമുയർത്തി വായിക്കാം. ലൂക്കോസ് 23, 39 മുതൽ താഴേക്കുള്ള ചില വാക്യങ്ങൾ. ഇവിടെ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ, നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് മറ്റവനെ ദുഷിച്ചു. അടുത്തത്, മറ്റവനോ അവനെ ശാസിച്ചു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം ഈ പശ്ചാത്തലം.
അടുത്തത് സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും സമശിക്ഷാവിധിയിൽ തന്നെ ആയിരുന്നിട്ടും ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഇത് ആരോട് പറയുക? കേട്ടോ പ്രസന്നാന്റി, യേശു കർത്താവ് കാൽവറി ക്രൂശിൽ 9 ഇഞ്ച് ആണിയാൽ 2 കൈയും തളയ്ക്കപ്പെട്ട് 2 കാലും കൂട്ടിപ്പിടഞ്ഞ് തറയ്ക്കപ്പെട്ട് ക്രൂശിതനായി ശരീരത്തിലെ എല്ലുകളും അസ്ഥികളും പുറത്ത് കാണത്തക്ക വിധത്തിൽ ശരീരം മുഴുവനും ഉഴവുചാല് പോലെ കീറപ്പെട്ടവനായി കാൽവറി ക്രൂശിൽ കിടക്കുന്ന സമയത്ത് ആ സുഖ്യനായ യേശു കർത്താവിന്റെ ഇടത്തും വലത്തും കിടക്കുന്ന 2 കള്ളന്മാര് അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധന ചെയ്യുകയാണ്. എന്താണെന്നറിയാമോ? ഒന്നുകൂടെ വായിക്കാമോ? 39 സ്ഫുടമായിട്ട്. മുഖ്യ ദുഷ്പ്രവൃത്തിക്കാരിൽ ഒരുത്തൻ നീ ക്രിസ്തു അല്ലയോ? ഒരുത്തൻ തൂങ്ങി കിടക്കുക ഇപ്പുറത്ത്, മറ്റൊരുവൻ മറുഭാഗത്ത് ക്രൂശിക്കപ്പെട്ട് കിടക്കുക. ക്രൂശിക്കപ്പെട്ട് കിടക്കുമ്പോഴും ഒരു മനുഷ്യൻ അപ്പുറത്ത് കിടക്കുന്ന മനുഷ്യനെ ദുഷിക്കുകയാണ്. എങ്ങനെയാ ദുഷിക്കുന്നതെന്ന് അറിയാമോ? നടുക്കി കിടക്കുന്ന ക്രിസ്തുവിനെ നീ ക്രിസ്തു അല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്ക എന്ന് പറഞ്ഞ് എവിടെ കിടക്കുക? ക്രൂശിൽ കിടക്കുക, ക്രൂശിക്കപ്പെട്ടവരെ കിടക്കുക. അവസാന നിമിഷങ്ങളിലേക്ക് ഈ കള്ളന് വന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ ക്രൂശിൽ ഈ വേദന അനുഭവിക്കുമ്പോൾ, ഈ യാഗം അനുഭവിക്കുമ്പോൾ, ഈ തിക്താനുഭവം അനുഭവിക്കുമ്പോഴും ഇവൻ ഇവിടെ കിടന്നുകൊണ്ട് എന്ത് ചെയ്യുക? മറ്റുള്ളവരെ ദുഷിച്ചുകൊണ്ടിരിക്കുക, കളിയാക്കിക്കൊണ്ടിരിക്കുക. മറുവശത്ത് മറ്റൊരുത്തൻ കിടക്കുകയാണ്, നടുക്കേശു കർത്താവ്. മറ്റവനോ യേശു കർത്താവിനെ ശാസിച്ചുകൊണ്ടിരിക്കുന്ന ആ ദുഷ്പ്രവർത്തിക്കാരനായ ആ കള്ളനോട് മറുകള്ളൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാമോ? സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? കണ്ടോ, അവരും കുറച്ചുകൂടെ കഴിയുമ്പോൾ മരിക്കും. ഇപ്പുറം കിടക്കുന്ന കള്ളനും മരിക്കും. പക്ഷെ ഇപ്പുറത്ത് കിടക്കുന്ന കള്ളൻ യേശുവിന്റെ അപ്പുറത്ത് കിടക്കുന്ന മറുകള്ളനോട് പറയുക, നീ ഇനിയും ഈ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അടുത്തത് താഴേക്ക്. നാമോ ന്യായവിധിക്ക് ശിക്ഷ അനുഭവിക്കുന്നു. നാമോ പ്രവർത്തിച്ചതിന് ന്യായമായ, പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ 40-ാമത്തെ വാക്യം ഇട്ടവരെ മറ്റവരോ അവനെ ശാസിച്ചു സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും ഭയപ്പെടുന്നില്ലയോ? നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? അടുത്തത് പറയുന്നത് നാമോ ഇവിടെ പറയുക, നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. ഇല്ലേ? അങ്ങനെയല്ല പറയുന്നത്? ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. എന്നിട്ട് പറയുക, നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ നമുക്ക് കിട്ടുന്നത്. അടുത്തത് ഇവനോ, യേശുവിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പുറത്ത് കിടക്കുന്ന കള്ളൻ പറയുക, എന്താ പറയുന്നത്? ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ഒരുവൻ അവിടെ കിടന്ന് യേശു കർത്താവിനെ ദുഷിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, മറുവശത്ത് കിടക്കുന്ന കള്ളൻ യേശുവിനെ കുറിച്ച് സാക്ഷീകരിക്കുകയാണ്. അടുത്ത വാക്യം വായിച്ചിട്ട് പോലെ. അടുത്ത വാക്യം. പിന്നെ അവൻ യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ, ഇവിടെ കിടക്കുന്ന മനുഷ്യൻ മറുകള്ളനോട് പറയുക, നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ എന്ന് ചോദിച്ചതിന് ശേഷം ഈ കള്ളൻ പറയുക യേശുവിനോട്, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ച് മടങ്ങി വരുമ്പോൾ നീ എന്നെയും കൂടി എന്ത് ചെയ്യണം? അങ്ങനെ എത്ര പേര് പറയുന്നുണ്ട്, എന്നെയും കൂടി ഓർക്കണേ, അതോ എനിക്ക് പ്രോപ്പർട്ടി തരണേ, വീട് തരണേ, അനുഗ്രഹം തരണേ, ഇതാണോ? നോ. ദൈവരാജ്യത്തിൽ പോകാൻ പ്രവേശനം ലഭിച്ചില്ല എങ്കിൽ ഈ ഭൂമിയിലെ ജീവിതം 0 വട്ടപൂജ്യമാണ്. നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയിലെ കഷ്ടതയും പ്രയാസവും ഒക്കെ വകഞ്ഞു മാറ്റിയിട്ട് വല്ല വിധേനയും, എന്റെ ഹൃദയം കൊണ്ട് ഞാൻ പറയാ, വല്ല വിധേനയും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റിയാൽ അതിനേക്കാൾ അപ്പുറം വേറെ ഭാഗ്യപദവിയില്ല. ഹല്ലേലൂയ. ഇവിടെ പറയുക, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ നീ എന്നെയും എന്ത് ചെയ്യണം? ഓർക്കണം. അടുത്തത് താഴോട്ട്. യേശു അവനോട്, അപ്പൊ യേശു ആരോടാ സംസാരിച്ചത്? 2 പേരിടത്തും വലത്തും ഉണ്ട്.
മറുവശത്ത് കിടക്കുന്നവൻ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് പറഞ്ഞപ്പോൾ ക്രൂശിൽ കിടക്കുന്ന, പ്രാണവേദനയിൽ കിടക്കുന്ന, മരണം വരിക്കാൻ നിമിഷം മാത്രമുള്ളപ്പോൾ യേശു ദൈവഭയത്തിൽ ജീവിക്കുന്ന കള്ളനോട്, അല്ലെങ്കിൽ മനസ്സാന്തരത്തിലേക്ക് മടങ്ങി വന്ന കള്ളനോട് ക്രൂശിൽ കിടന്നുകൊണ്ട് യേശു പറയുന്ന പദം, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിലിരിക്കും. ഈ വാക്ക് രാത്രിയിൽ യേശു കർത്താവ് നിങ്ങളോട് ഡയറക്റ്റ് വന്ന് പറയുകയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ ഫീല്? എന്തോ ഫീലാണ്? ഉറങ്ങിക്കോളാം. രാജ്യത്വം പ്രാപിക്കെന്ന് പറഞ്ഞാലും സ്വർഗത്തിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാലും ഇതൊക്കെ പറയാതെ വല്ല കാറ് കിട്ടും, വണ്ടി കിട്ടും എന്നൊക്കെ പറ, ഞങ്ങളൊന്ന് കൈയടിക്കാം. കാറ് കിട്ടിയിട്ട് ആരും ഇവിടെ കൈയടിക്കണ്ട. ബസ്സും വണ്ടിയും കിട്ടിയിട്ട് ഒരെണ്ണം കൈയടിക്കാനും നിൽക്കണ്ട. രാജ്യത്വം പ്രാപിക്കാൻ പറ്റുമെങ്കിൽ അത് മതി നമുക്ക്. ഹല്ലേലൂയ. താഴോട്ട് വായിക്കാം 44-ാമത്തെ വാക്യം കൂടെ. ഏകദേശം 6 മണി നേരെ ആയപ്പോൾ സൂര്യൻ ഇരുണ്ട് പോയി. 9 മണി നേരം വരെ ദേശത്തൊക്കെയും അന്ധകാരം ഉണ്ടായി. എന്നെ ചിന്തിപ്പിച്ച ഭാഗങ്ങൾ വേഗം ഷെയർ ചെയ്തിട്ട് ആരാധനയിലേക്ക് പ്രവേശിക്കുവാൻ ക്രിസ്തുവിൽ ഞാൻ ശരണപ്പെടുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 23:40. അവനിങ്ങനെ 23:40. ഈ മനുഷ്യൻ, ആ ഭാഗം ഒന്നെടുത്തട്ടെ, കള്ളൻ യേശുവിനു വേണ്ടി, അങ്ങനെയല്ലേ ഇപ്പറ കിടക്കുന്ന കള്ളൻ മറുകള്ളനോട് സംസാരിച്ചത് ആർക്ക് വേണ്ടിയാ സംസാരിച്ചത്? യേശുവിന് വേണ്ടി സംസാരിച്ചു. ആണോ ഇല്ലയോ? നിങ്ങൾ വരുന്നുണ്ടോ ആ ഭാഗത്ത്? എന്റെ കൂടെ വരുന്നുണ്ടോ? ആ ഭാഗം എന്താ പറയുന്നത്? ഒരുവൻ അപ്പുറത്തെ ഭാഗത്ത് നിന്ന് യേശുവിനെ ദുഷിക്കുമ്പോൾ, പരിഹസിക്കുമ്പോൾ, ശാസിക്കുമ്പോൾ, കളിയാക്കുമ്പോൾ, ഇപ്പുറം മരണവേദനയിൽ കിടക്കുന്ന മോഷ്ടാവായ, കൊലപാതകിയായ, അവസാന നിമിഷം വരെയും ദൈവഹിതമല്ലാത്ത പ്രവൃത്തി ചെയ്ത രണ്ടുപേരിൽ ഒരുവന്റെ ഹൃദയത്തിൽ വന്ന മാറ്റം, വ്യതിയാനം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തുവിനെ കുറിച്ച് സംസാരിപ്പാൻ അവന്റെ അവസാന നിമിഷത്തെ സമയം താൻ ഉപയോഗിച്ചു. ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ കള്ളൻ ഒരുവൻ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞിട്ട് യേശു പറഞ്ഞ വാക്ക്, നീ ഇന്ന് എന്നോട് കൂടെ പറുദീസയിലിരിക്കും. എങ്ങനെയാ ഇവൻ പറുദീസയിൽ കയറിയതെന്ന് ഞാൻ ഇരുന്നൊന്ന് ചിന്തിക്കാൻ തുടങ്ങി. എന്റെ ചിന്തയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട ഒരു അറിവിതാണ്, വേറെ ഒന്നുമല്ല. ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഏറ്റവും അവസാന നിമിഷത്തിൽ ഈ കള്ളന്റെ ഹൃദയത്തിൽ ഒരു മാറ്റം വന്നു, ഒരു മാനസാന്തരം വന്നു. നമ്മൾ ചില നിമിഷങ്ങൾക്കകം 2025 കയറാൻ പോവുകയാണ്. പക്ഷെ 2025 ദൈവം ദാനം തരുന്നെങ്കിൽ ആ 2025 പ്രവേശിക്കുമ്പോൾ ഞാൻ എന്റെ ഹൃദയംഗമായ ഭാഷയിൽ പറയുക, പൂർണ്ണമായ ഒരു മാനസാന്തരത്തിൽ 2025 ചുവടുവെക്കാൻ നമുക്ക് സാധിച്ചാൽ 100% ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. അവസാന സമയത്ത് ഈ മനുഷ്യൻ കൊലപാതകയായിരിക്കാം, മോഷ്ടാവായിരിക്കാം, ദൈവഹിതമല്ലാത്ത പ്രവൃത്തി ചെയ്തവരായിരിക്കാം, എനിവേ എന്തായിക്കൊള്ളട്ടെ, പക്ഷെ അവന്റെ അവസാന നിമിഷത്തിൽ അവൻ യേശുവിന് വേണ്ടി സംസാരിക്കുവാൻ അവൻ തന്റെ നാവിനെ ഉപയോഗിച്ചു. അപ്പൊ നിത്യതയിലേക്ക് അല്ലെങ്കിൽ പറുദീസയിലേക്ക് ഈ കള്ളന് പ്രവേശിക്കുവാനായിട്ട് ലഭിച്ച ഒന്നാമത്തെ അവസരത്തിന്റെ പിന്നിലെ ഏക രഹസ്യം, അവൻ യേശുവിന് വേണ്ടി സംസാരിച്ചു. ഉറങ്ങരുത്, പേര് ഞാൻ വിളിക്കും. അവസാന നിമിഷമായി ഈ വർഷത്തിന്റെ നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ പോവുകയാണ്. നമ്മൾ പുതുവർഷത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുമ്പോൾ ദൈവത്തിന്റെ വചനപ്രകാരം സ്റ്റെപ്പ് വെച്ചാൽ അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായിരിക്കും. രണ്ടാമത് ഞാൻ ഇങ്ങനെ ചിന്തിച്ച ഒരു കാര്യം ഇതാ, എങ്ങനെയായിരിക്കും ഇവൻ പറുദീസയിലേക്ക് പ്രവേശിച്ചത്? വായിക്കാം 40-ാമത്തെ വാക്യം, അതിന്റെ ബി പാട്ട്, 40-ന്റെ ബി വായിച്ചു.
സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? ഇന്ന് ഈ കാര്യം പലരുടെയും ജീവിതത്തിൽ ഇല്ല. പലർക്കും ഇന്ന് പണവും മോടിയും ധനവും മാനവും ബഹുമതിയൊക്കെ മതി. അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്നത് എവിടാണെന്ന് ഈ രാത്രിയിൽ ഞാൻ പറയുന്നില്ല. പക്ഷെ ദൈവ ഭയത്തിലാ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരു നിത്യത നമുക്കുണ്ടായിരിക്കും. ഹല്ലേലൂയ. രണ്ടാമത്, ഈ മനുഷ്യൻ പർദീസിലേക്ക് പ്രവേശിക്കാൻ ഇവന്റെ ജീവിതത്തിൽ വന്ന ഒരു സെക്കൻഡ് ക്വാളിറ്റി എന്താണെന്നറിയാമോ? ഇവൻ ദൈവത്തെ ഭയപ്പെട്ടു. ഒരു ഇടി കൊടുത്തിട്ട് പറ, ദൈവ ഭയത്തിൽ വേണം 2025 പോകാൻ. എന്താ സഹിച്ച? ദൈവ ഭയത്തിൽ. ഒന്നാമത്തെ കാര്യം, ദൈവത്തിന് വേണ്ടി എന്ത് ചെയ്യണം? സംസാരിക്കുന്നവരായിരിക്കണം. 2, ദൈവ ഭയത്തിൽ ജീവിക്കുന്നവരായിരിക്കും. മൂന്നാമത്തെ കാര്യം, ഇവൻ പർദീസ കൈയടക്കാൻ കാരണം എന്തെന്നറിയാമോ? അതിന്റെ 41-ാമത്തെ വാക്യം. 41 അത് വായിക്കാമോ? ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. കേട്ടോളും. അവിടെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ചെയ്തു. ഇവൻ ഈ മറ്റേ കള്ളനോട് പറയുക, നാമോ സമശിക്ഷാവിധിയിൽ, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? ന്യായമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ശിക്ഷാവിധി. അതിന്റെ അർത്ഥം എന്താ? ഞാൻ തെറ്റുകാരൻ തന്നെയാ. പലപ്പോഴും ഇത് ദൈവസന്നിധിയിൽ അംഗീകരിക്കാൻ, ഏറ്റുപറയാൻ നമ്മൾ തയ്യാറല്ല. പക്ഷെ ക്രൂശിൽ കിടക്കുക അവസാന നിമിഷമാണ്. പക്ഷെ അവൻ അംഗീകരിക്കുന്നു, ഞാൻ തെറ്റുകാരനാണ്. അല്ലേ? അങ്ങനെയല്ലേ എന്റെ അർത്ഥം? നാമോ ന്യായമായിട്ട് തന്നെ ശിക്ഷ അനുഭവിക്കും. നമ്മുടെ തെറ്റുകളെ നമ്മൾ അംഗീകരിക്കണം. പറഞ്ഞേ, പലപ്പോഴും നമ്മൾ നമ്മുടെ തെറ്റുകളെ എന്ത് ചെയ്യാറുണ്ട്? മൂടിവെക്കുക. സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ലംഘനം ക്ഷമിച്ചു പാപം മറച്ചു കിട്ടിയവൻ അവൻ ആരാ? അവനാ പോകുന്നതെന്നേ. ബാക്കിയുള്ളതെല്ലാം ഇവിടെ കിടന്ന് എന്ത് ചെയ്യും? തൊഴയും. സ്വിമ്മിങ് ഇവിടെ കിടന്ന് തൊഴയും. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ വരാം, നമ്മുടെ ജീവിതത്തിൽ കുറ്റങ്ങൾ വരാം. വചനം പഠിപ്പിക്കുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പുരുഷന്റെ ഒരു ഭാഷയാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് വന്നാൽ, എന്റെ ജീവിതത്തിൽ ആ കുറവ് വന്നുപോയി, തെറ്റ് വന്നുപോയി, എന്നോട് എന്ത് ചെയ്യണം? മനഃപൂർവ്വമായി ക്ഷമിക്കണമേ എന്ന് നമുക്ക് ഹൃദയംഗമായി ദൈവസന്നിധിയിൽ വീണ് കിടന്ന്, നെടുമ്പാട് വീണ് കിടന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ക്ഷമ പറയാൻ പറ്റണം. നമ്മുടെ തെറ്റുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? അംഗീകരിക്കാനായിട്ട് സാധിക്കും. നാലാമത്തെ മറ്റൊരു ഭാഗം വേഗം വായിക്കാം. 41-ന്റെ B. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായല്ലോ കിട്ടുന്നത്. ഇവന് വരുത്താത്ത ഒന്നും ചെയ്തിട്ടില്ല. യേശു കർത്താവിനെ കുറിച്ച് ഒരു സാക്ഷ്യം കൊണ്ടുവന്നു ഈ മനുഷ്യൻ. കേട്ടോ? യേശു കർത്താവ് മരിക്കാൻ പോവുക, അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന കള്ളന്മാരും ചാകാൻ പോവുക. പക്ഷേ മരിക്കാറായി കിടക്കുന്ന, മരണത്തിന്റെ മുമ്പിൽ കിടക്കുന്ന, മരണമുഖാമുഖമായി കണ്ടു കിടക്കുന്ന ഈ മനുഷ്യൻ, ഈ കള്ളൻ, നടുവിൽ ക്രൂശിക്കപ്പെട്ട് കിടക്കുന്ന യേശു കർത്താവിനെ കുറിച്ച് ഒരു വലിയ സാക്ഷ്യം കൊണ്ടുവരികയാണ്. എന്താണെന്നറിയാമോ? അരുതാത്തത് ഒന്നും ചെയ്യാത്തവൻ. നമ്മുടെ ദൈവത്തിന്റെ പേരാ. ഒന്ന് വിളിച്ചു പറയാമോ? അരുതാത്തതൊന്നും ചെയ്യാത്തവൻ. ഹല്ലേലൂയ. അരുതാത്തതൊന്നും ചെയ്യാത്ത ഒരാൾ ഈ ഭൂമിയിൽ ഉണ്ടെങ്കിൽ, തെറ്റ് ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ, ഒരു ദൈവഹിതമല്ലാത്ത കാര്യവും ചെയ്യാത്ത ഒരാളുണ്ടെങ്കിൽ, അത് വേറെ ആരുമല്ല, ഒരു മനുഷ്യരും ആ കൂട്ടത്തിലില്ല. ഒറ്റ പേര് മാത്രമേ ഉള്ളൂ, അത് യേശു കർത്താവിന്റെ പേരാണ്. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് മർക്കോസിന്റെ സുവിശേഷം പറയുന്നത്, മറ്റൊരുത്തനും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ, വിടുവിക്കപ്പെടുവാൻ, അനുഗ്രഹിക്കപ്പെടുവാൻ, മാനിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ
മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം അത് യേശു കർത്താവിന്റെ നാമം മാത്രമാണ്. ഹല്ലേലൂയ. കള്ളന് ഒരറിവ് കിട്ടി. എന്താണെന്നറിയാമോ? കള്ളന് ലഭിച്ച അറിവ് ഇത്രയേ ഉള്ളൂ: അരുതാത്തത് ഒന്നും ചെയ്യാത്തവൻ. ഞാൻ വരികയാണ്. 5ാമത്തെ പോയിന്റിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ച് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. 3-ാം അധ്യായം അതിന്റെ 42-ാമത്തെ വാക്യം. ഇവിടെ ഓർമ്മിപ്പിക്കുക. എന്തെന്നറിയാമോ? നീ രാജത്വം പ്രാപിച്ച് മടങ്ങി വരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നിസ്സാരമായ ഒരു കാര്യമല്ല കേട്ടോ. ഇവിടെ കള്ളന് കിട്ടിയ വെളിപ്പാട് ഏറ്റവും അവസാന സമയത്ത്, ഏറ്റവും എൻഡ് സമയത്ത് ഈ കള്ളന് കിട്ടിയ വെളിപ്പാട് യേശു കർത്താവ് സാധാരണ ഒരു മനുഷ്യനല്ല, മറിച്ച് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം അവൻ ആരാണെന്നറിയാമോ? അവൻ രാജത്വം പ്രാപിച്ച് ഒരിക്കൽ മടങ്ങി വരുന്നവരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രാജത്വം പ്രാപിച്ച് മടങ്ങി വരുന്നവൻ. ഈ യേശു കർത്താവിനെ കുറിച്ച് പൗലോസ് തെസ്സലോനിക്ക ലേഖനം എഴുതുമ്പോൾ അവിടെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. അടുത്തത്, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും, പിന്നെയോ ജീവനോടെ ശേഷിക്കുന്ന. ആ കൂട്ടത്തിൽ ഇതിനകത്ത് എത്ര പേരുണ്ട്? പിന്നെയോ ജീവനോടെ ശേഷിക്കുന്ന നാം ഓരോരുത്തരും യേശു കർത്താവിന്റെ വരവിൽ അവനെ എടുക്കപ്പെടുവാൻ, അവനിൽ എടുക്കപ്പെടുവാൻ യേശുവിൽ ചേർക്കപ്പെടും. ഹല്ലേലൂയ. നിസ്സാരമായ കാര്യമല്ല കേട്ടോ, നിസ്സാരമായ കാര്യമല്ല. നമ്മൾ ഓരോരുത്തരും യേശു കർത്താവിന്റെ 2ാമത്തെ വരവിങ്കൽ മണവാളനിൽ നമ്മൾ ഓരോരുത്തരും എടുക്കപ്പെടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. 1, കള്ളൻ യേശുവിന് വേണ്ടി സംസാരിച്ചു. 2, അവൻ ജീവനുള്ള ദൈവത്തെ ഭയപ്പെട്ടു. 3, തന്റെ ശിക്ഷയെക്കുറിച്ചുള്ള ബോധം അവനെ ഭരിച്ചു. 4, അരുതാത്തതൊന്നും ചെയ്യാത്തവനെന്ന് യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു, സാക്ഷീകരിച്ചു. 5, യേശു രാജാവായി വരുമെന്ന്, രാജ്യത്വം പ്രാപിച്ച് വരുമെന്ന് അവൻ പ്രൊക്ലമേഷൻ കൊണ്ടുവന്നു, പ്രഖ്യാപനം നടന്നു. ദൈവമക്കളെ, 2025-ന്റെ ഏറ്റവും അടുത്ത മുൻപിൽ നമ്മൾ നിൽക്കുകയാണ്. 2024 ഏകദേശം ഒരു 10-12 മിനിറ്റ് കൊണ്ട് ബായി പറഞ്ഞ് ഓടാൻ പോവുകയാണ്. പക്ഷെ ഇന്ന് രാത്രിയിൽ ഈ അവസാനത്തെ നിമിഷത്തിൽ നമ്മളോട് ദൈവം ഓർമ്മിപ്പിക്കുന്നതും ഇത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. ദൈവസന്നിധിയിൽ ഒരു മടങ്ങി വരും. ഇന്നലകളിലെ കാര്യങ്ങളെ ഓർക്കണ്ട, ഇന്നലകളിലെ വേദനകളെ ഓർക്കണ്ട, ഇന്നലകളിലെ പരിഹാസങ്ങളെ ഓർക്കണ്ട. ഇന്നലകൾ ദൈവത്തിന് വേണ്ടി പോലും അല്ല ജീവിച്ചത്, ശരിയാ. പക്ഷേ ഈ അവസാന നിമിഷത്തിൽ നമ്മുടെ ജീവിതം അത് ദൈവത്തിന് വേണ്ടി നല്ലതാക്കാൻ, ദൈവത്തിന് വേണ്ടി അനുഗ്രഹമാക്കി മാറ്റുവാൻ, ദൈവത്തിന്റെ മുമ്പിൽ നല്ല സാക്ഷ്യമാക്കി മാറ്റുവാൻ എത്ര പേര് തയ്യാറെടുക്കുന്നുവോ അവർക്കായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഒരു പ്രവൃത്തിയുടെ തുടക്കത്തെക്കാൾ ആ പ്രവൃത്തിയുടെ അവസാനം നല്ലത് എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന്റെ രാജ്യത്തിൽ പ്രവേശിച്ച കള്ളനെ പോലെ ഈ കാലഘട്ടത്തിൽ, ഈ വർഷത്തിന്റെ അവസാനമെങ്കിലും ഒരു വ്യത്യാസം നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവന്ന്, ഒരു മാനസാന്തരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് നമ്മുടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ, നമ്മുടെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി ജീവിക്കുവാൻ നമുക്ക് നമ്മെ തന്നെ ഒന്ന് വിധേയപ്പെടുത്താം. അതിനായി നമുക്കൊന്ന് ഒരുങ്ങാം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിക്കാം. നമ്മുടെ നാവ് യേശുവിന് വേണ്ടി സംസാരിക്കുന്ന വർഷമാകട്ടെ 2025. ആര് കൂടെയുണ്ട്, കൂടെ ഇല്ല എന്നൊന്നും നമ്മൾ നോക്കണ്ട. ആര് നമ്മളെ സഹായിക്കുന്നു, സഹായിക്കുന്നില്ല എന്ന് നമ്മൾ നോക്കണ്ട. ആര് നമ്മളെ കരുതുന്നു, സൂക്ഷിക്കുന്നു നമ്മൾ നോക്കണ്ട. പക്ഷെ നമ്മളെ എല്ലാ കാലത്തും നമ്മളെ പോറ്റി പുലർത്തുവാൻ, നമ്മളെ കരുതുവാൻ, നമ്മളെ സഹായിക്കുവാൻ ഒറ്റ ദൈവമേ ഉള്ളൂ, അത് യേശു കർത്താവ് മാത്രം. ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാം. നമുക്കൊന്നിച്ച് മൗനമായി ക്രൂശിൽ കിടന്ന കള്ളൻ മനസാന്തരപ്പെട്ട്
അവന്റെ ജീവിതം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുത്ത്, യേശുവിന് വേണ്ടി ജീവിക്കുവാൻ സമർപ്പിച്ചു കൊടുത്ത് അവന്റെ അവസാനത്തെ നല്ലതാക്കി മാറ്റിയതുപോലെ നമുക്കും ഈ വർഷത്തിന്റെ അവസാനം നല്ലതാക്കി മാറ്റാം. ഏറ്റക്കുറച്ചിലുകളുണ്ട്, ഞെരുക്കങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ട്. പക്ഷെ അതിന്റെ നടുവിൽ നമ്മളെ മാനിക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ള അറിവ് നമ്മളെ ഭരിക്കുവാൻ സ്വർഗം സഹായിക്കട്ടെ. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. എല്ലാവരും ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഒരു മാനസാന്തരത്തോടുകൂടി, ഏറ്റുപറച്ചിലോടുകൂടി നമുക്ക് പുതുവർഷത്തിലേക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങൾ നന്ദി പറയുന്നു, ഞങ്ങൾ നന്ദി പറയുന്നു പിതാ, ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ. ഈ പുതുവർഷത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിനായി സ്തോത്രം. ഈ പുതുവർഷത്തിലേക്ക് ഞങ്ങളെ നയിച്ചതിനായിട്ട് സ്തോത്രം. 2024 എത്രയോ വേദനകൾ ഞങ്ങൾ അനുഭവിച്ചു, എത്രയോ ഭാരങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. പല കാര്യങ്ങളും ദൈവഹിതമല്ലാത്ത പല കാര്യങ്ങൾ സംസാരിച്ചു, ചെയ്തു, പ്രവർത്തിച്ചു. പക്ഷെ ഞങ്ങളെ പുതുതാക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി, ഞങ്ങളെ കരുതുന്ന ദൈവത്തിന്റെ കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്ന പിതാവേ. നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ, തിന്മയാകെ മായിക്കുന്നവൻ, പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ. പാപമെല്ലാം ക്ഷമിക്കുന്നവൻ, പുതുജീവനിൽ പകരുന്നവൻ, യേശു, യേശു. നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ കൊടുക്കാൻ പറ്റുന്ന യാത്രയിൽ 10 മിനിറ്റൂടെ നമ്മുടെ മുൻപിലുണ്ട്. 10 മിനിറ്റൂടെ നമ്മുടെ മുൻപിലുണ്ട്. നമ്മൾ ദൈവത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ, ദൈവത്തിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി ഒന്ന് സമർപ്പിച്ചു കൊടുത്താൽ, നമ്മുടെ ജീവിതവും നമ്മുടെ നടപ്പും നമ്മുടെ പ്രവൃത്തികളും എല്ലാം ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നമുക്ക് ദൈവത്തെ ഒന്ന് ഓർമ്മിക്കാം. നമ്മുടെ ഹൃദയത്തെയും മനസ്സിനെയും ഒക്കെ വിട്ടുകൊടുത്തുകൊണ്ട് നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. എന്നെ തിരിഞ്ഞെടുപ്പാൻ, എന്നെ മാനിപ്പാൻ എന്നുള്ള പാട്ടിന്റെ ചരണങ്ങൾ ചേർന്ന് പാടി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, ദൈവത്തെ ആരാധിക്കാം.
നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എത്ര പേര് സന്തോഷിക്കുന്നു 2025-നെ വരവേൽക്കാനായി. ജസ്റ്റ് നമ്മുടെ കയ്യിൽ ഓരോ കാൻഡില് ഈ സമയത്ത് കൊടുക്കും. നമ്മൾ ഒരു നിമിഷം ഒന്ന് സൈലന്റ് ആകാൻ പോകും. ഏകദേശം 2 മിനിറ്റ് കൂടെ ഉള്ളൂ. നമ്മുടെ ലൈറ്റെല്ലാം നമ്മളൊന്ന് ഓഫ് ചെയ്യാൻ പോകും. നമ്മള് ഈ സമയത്ത് ഒന്ന് ഫാസ്റ്റ് ആണ്. ഫാൻ ഒന്ന് ഓഫ് ചെയ്യാമോ? ജസ്റ്റ് പെട്ടെന്ന് നമ്മുടെ മുൻപിൽ 2024 വേദനകളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു. പക്ഷേ അതിനെല്ലാം ദൈവം ഒരു ഭാഗത്തേക്ക് വകഞ്ഞു മാറ്റിയിട്ട് 2025 എന്ന് പറയുന്ന പുതുവർഷം നമ്മുടെ കയ്യിലേക്ക് ദൈവം തരാനായിട്ട് പോവുകയാണ്. ദൈവത്തിന് നന്ദി പറഞ്ഞാൽ
ദൈവത്തിന് എല്ലാവരും ചേർന്ന് നന്ദി പറഞ്ഞു. എല്ലാ നാമവും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് ഒന്നിച്ച് ദൈവത്തിന് നന്ദി പറയാം. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫാദർ. കർത്താവേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുക. ഈ പുതിയ വർഷം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുക. കർത്താവേ, പുതിയ അനുഭവം ഞങ്ങൾക്ക് തരാൻ പോകുന്നതിനായിട്ട് നന്ദി പറയുക. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ, ദൈവഹിതപ്രകാരം ഓടുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കുന്നത് കൊണ്ട് നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. കർത്താവേ, 2024 ഞങ്ങൾക്ക് തന്നു, അതിന് ഞങ്ങൾ നന്ദി പറയുന്നു. 2025 പ്രവേശിപ്പാൻ സ്വർഗം ഞങ്ങളെ ഒരുക്കിയ ദൈവത്തിന്റെ മഹനീയ കൃപയ്ക്ക് ഞങ്ങൾ ഒന്നിച്ച് നന്ദി പറയും. എല്ലാവരും ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞോട്ടെ. എല്ലാ നാളും തുറന്നോട്ടെ. അന്യഭാഷയിൽ കരമടിച്ചുകൊണ്ട് ഫ്രീ ആയിട്ട് നിൽക്കുന്നവർ കരമടിച്ചുകൊണ്ട് 2025 ഒന്ന് വരവേറ്റെ. കർത്താവേ, ഞങ്ങൾ നന്ദി പറയുന്നു. 2024 കരുതിയ ദൈവം 2025 പ്രവേശിപ്പാൻ, 2025 നന്മ അനുഭവിപ്പാൻ, 2025 ഞങ്ങളെ കാത്തിരിക്കുന്ന ദൈവ പ്രവൃത്തി അനുഭവിപ്പാൻ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തമ്പുരാൻ ഒരുക്കുന്ന കൃപകൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ്. എല്ലാവരും സ്വന്തം പറഞ്ഞാട്ടെ, എല്ലാവരും ദൈവത്തിന് നന്ദി പറഞ്ഞാട്ടെ, എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളുടെ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഇത് വർഷത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് സ്വർഗത്തിൽ ഇരുന്ന് തമ്പുരാൻ കുനിഞ്ഞു നോക്കുമ്പോൾ എന്നെയും നിങ്ങളെ കാണുന്ന ദിവസമായി മാറട്ടെ. എന്നെയും നിങ്ങളെ കരുതുന്ന ആ ദൈവ പ്രവൃത്തിയായി മാറട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നന്ദി പറയാം, നന്ദി പറയാം, നന്ദി പറയാം. ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? എത്ര പേർക്ക് നന്ദി പറഞ്ഞ് സ്തുതിക്കാനായിട്ട് പറ്റും? എത്ര പേർക്ക് നാമം തുറന്ന് ദൈവത്തെ ഉയർത്താനായിട്ട് പറ്റും? കർത്താവേ, നീ വലിയവനാ, നീ അത്ഭുതത്തിന്റെ ദൈവമാ, നീ അനുഗ്രഹത്തിന്റെ ദൈവം തന്നെയാ, നീ വിടുതൽ തരുന്ന ദൈവം തന്നെയാ, നീ ഞങ്ങളെ മാനിക്കുന്ന ദൈവം തന്നെയാ. ആ ക്രൂശിൽ കിടക്കുന്ന കള്ളനെ സങ്കടപ്പെടുത്തി പറുദീസിലേക്ക് എത്തിച്ചതുപോലെ ആരംഭം നല്ലതിനേക്കാൾ ഞങ്ങളുടെ അവസാന സമയമാണ് ഏറ്റവും നല്ലതെന്ന് തിരിച്ചറിയ കർത്താവേ. ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന പുതിയ അനുഭവങ്ങൾക്കായി, പുതിയ നന്മകൾക്കായി ഒക്കെ ഞങ്ങൾ ഇന്ന് നന്ദി പറയുക കർത്താവേ, നന്ദി പറയുക കർത്താവേ, നന്ദി പറയുക കർത്താവേ. നന്ദിയോടെ അങ്ങയുടെ നാമത്തെ ഞങ്ങൾ ഉയർത്തുന്നു. 2025 ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും സ്റ്റെപ്പ് വെക്കാൻ സ്വർഗം ഞങ്ങൾക്ക് തന്ന കൃപകൾക്ക് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ നന്ദി കരയറ്റുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഫാദർ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പ്രിയ ദൈവമേ നന്ദി, ദൈവമേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളിപ്പോൾ എവിടെ വന്നു? 2025 ഹല്ലേലൂയ. നമ്മുടെ വലത് കാല് നമ്മളിരിക്കുന്ന നിൽപ്പിൽ തന്നെ നമുക്ക് ഒരു സ്റ്റെപ്പ് വലത് കാല് മുമ്പോട്ട് വെച്ച് ചേർന്ന് ഹാപ്പി ന്യൂ ഇയർ പറയാം. ഹാപ്പി ന്യൂ ഇയർ. അവർക്ക് സന്തോഷമുണ്ട് 2025 കിട്ടിയതിന്. 2025 ദൈവം നമ്മുടെ കരങ്ങളിൽ തന്നിരിക്കുക. ക്യാൻഡിൽ ഓഫ് ചെയ്തിട്ട്, ആ മെഴുകുതിരി ഓഫ് ചെയ്തിട്ട് കരമടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. ഒത്തിരി സന്തോഷിക്കുക. നമ്മുടെ കയ്യിൽ ഒത്തിരി ഒത്തിരി വാഗ്ദത്തങ്ങൾ തരാമെന്ന് പറഞ്ഞത് കിട്ടാതിരുന്നതാണ് കഴിഞ്ഞ വർഷങ്ങളിൽ. പക്ഷെ പുതിയ വാഗ്ദത്തങ്ങൾ നമ്മുടെ കരങ്ങളിൽ ദൈവം തരാൻ ആഗ്രഹിക്കുക. ഈ വർഷം ആരാ തന്നത്? പറഞ്ഞ ഈ വർഷം ആരാ തന്നത്? ഈ വർഷം ആരാ തന്നത്? ദൈവം തന്നു. പറഞ്ഞേ, ഈ വർഷം എനിക്ക് ദൈവം തന്നു. എന്റെ ദൈവം തന്നതല്ലാതെ വേറെ ഒന്നും എനിക്കില്ല.
ഡാൻസ് ചെയ്യാൻ അറിയാവുന്ന എത്ര പേരുണ്ട്? ഡാൻസ് ചെയ്യാൻ അറിയാവുന്നവര് നൃത്തം ചെയ്യാൻ ഞാൻ പറയാം, ഇന്ന് ചെയ്യാൻ പറ്റിയാൽ ചെയ്തോ, അതൊരു ഗുണം തന്നെയാണ്. നമുക്ക് ഒന്നിച്ച് കൊയറിനോടൊപ്പം ചേർന്ന് പാടി ദൈവം തന്നു എല്ലാം എന്നുള്ള പാട്ടിന്റെ വരികൾ നൃത്തത്തോടെ ആരും അടങ്ങിയിരിക്കരുത്. അതിനടുത്ത് വലത്തോ ഇരിക്കുന്നവരുടെ കയ്യിലൊക്കെ പിടിച്ച് കോർത്ത് പിടിച്ച് നമുക്ക് ഒന്നിച്ചൊന്ന് സന്തോഷിക്കാനായിട്ട് ഒരു 2-3 മിനിറ്റ് സമയം നമ്മൾ മാറ്റിവെക്കുകയാണ്. ഒരു റിജോയ്സിംഗ് സോങ് ഇവിടെ പാടുന്നു. നമുക്ക് ഒന്നിച്ച് കൊയറിനോടൊപ്പം ചേർന്ന് പാടി ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്താം, യേശു കർത്താവിനെ ആരാധിക്കാം. Thank you.
Hallelujah! Happy New Year! സെയിം ടീം ദൈവം അനുഗ്രഹിക്കുക. നമുക്കൊരു നിമിഷം കൂടി ഇരിക്കാം. നമ്മള് 2025 വന്നു. ദൈവത്തിന് നന്ദി പറയാം അല്ലേ? നമ്മൾ വേഗം നമ്മുടെ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6, 7, 8, 9 വാക്യങ്ങൾ വായിച്ച് നമ്മൾ ഈ സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 6, 7, 8, 9 4 വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്ദേശമാണ്. മനസ്സാന്തരത്തെ കുറിച്ച് യേശു പറഞ്ഞ് ഒരു ഉപമ കൊണ്ടുവരികയാണ്. ആ ഉപമയിൽ ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം ലൂക്കോസിന്റെ സുവിശേഷം 13, 6, 7, 8, 9 അവൻ ഈ ഉപമയും പറഞ്ഞു. ഒരു മൈക്ക് കൊടുത്തേ രാജേഷ്. നമ്മൾ അവസാനിപ്പിക്കുക. മനസ്സാന്തരത്തെ കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുന്ന ഉപമ. അവൻ ഈ ഉപമയും പറഞ്ഞത്, ഒരുത്തൻ തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? അപ്പൊ ഒരു യജമാനന് ഒരു തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. ഇതൊന്ന് ഇമാജിൻ ചെയ്തോടെ. അടുത്തത്, ഇതിന്റെ ഉടമസ്ഥൻ മിക്കവാറും അതിലേക്ക് പോകുമ്പോ ഈ മരത്തെ നോക്കും, വല്ല ഫലവും ഉണ്ടോ എന്ന്. തന്റെ തോട്ടത്തിൽ നട്ടിരിക്കുന്ന അത്തിവൃക്ഷം തന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്, ഫലം വല്ലതും ഉണ്ടോ, ഫലമുണ്ടോ. പിന്നെ അടുത്തത്, പക്ഷെ ഒന്നും എന്ത് ചെയ്തില്ല, കണ്ടില്ല. ഫലം വല്ലതും ഉണ്ടായിരുന്നോ? അപ്പൊ ഉടമസ്ഥൻ ഒരെണ്ണപോലും ഇന്ന് വരെ നട്ട് വളർത്തിയതാണ്, ഫലം ഒന്നും കണ്ടില്ലാതാനും. അടുത്തത് പറയുന്നത് കേട്ടോണേ. ഈ തോട്ടം സൂക്ഷിക്കുന്ന ഒരാളുണ്ട്. ആ തോട്ടക്കാരനോട് ചെന്നിട്ട് ഈ മനുഷ്യൻ, ഇതിന്റെ ഉടമസ്ഥൻ പറയുന്ന കാര്യം എന്താണെന്നറിയാമോ?
ഉടമസ്ഥൻ പറയുകയാണ്, ഈ അത്തിവൃക്ഷത്തിൽ ഫലമൊന്നുമില്ല, അതുകൊണ്ട് ഈ അത്തിവൃക്ഷം വെട്ടി തീയിലിടാൻ. ഈ അത്തിവൃക്ഷം വെട്ടി എവിടെ ഇടാൻ? തീയിലിടാൻ. അപ്പൊ ഉടമസ്ഥന്റെ തോട്ടത്തിലെ അത്തിവൃക്ഷം അത് ഫലം കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞുപോയി. ഉടമസ്ഥൻ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ചെന്ന് നോക്കുന്നുണ്ട്, ഫലം ഉണ്ടോന്ന്. ഒന്നും കാണുന്നില്ല. അവസാനം പ്ലാൻ ചെയ്തു, ഈ അത്തിവൃക്ഷം വെട്ടിക്കളയാം. ഇതാരോടാ പറയുന്നത്? തോട്ടം സൂക്ഷിക്കുന്ന തോട്ടക്കാരനോട്. അടുത്തത് കേട്ടോടെ എന്താ സംഭവം? അതിന് തോട്ടക്കാരൻ യജമാനനോട് പറയുകയാണ്. തോട്ടം സൂക്ഷിക്കുന്നയാള് യജമാനനോട് പറയുന്ന കാര്യം ഇതാണ്, യജമാനനെ, ഞാൻ അതിന് എന്നെയല്ലേ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ അതിനെ ഞാൻ ചുറ്റും എന്ത് ചെയ്യാം? കിളച്ച്. പറഞ്ഞ് കിളച്ച്. ആദർശിഞ്ഞു വന്നേ. ഇതൊരു അത്തിവൃക്ഷമാണ്, ദൈവം നട്ട ഒരു അത്തിവൃക്ഷം. അങ്ങോട്ട് നോക്കണം. അപ്പം ഉടമസ്ഥൻ വന്ന് നോക്കിയപ്പോ ഇതിന്റെ യാതൊരു ഫലവും ഇല്ല. എന്നിട്ട് തോട്ടക്കാരോട് പറയാ, ഈ മരം എന്തിനൊക്കെ വെട്ടിക്കളയെ. അപ്പൊ തോട്ടം സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പറയുണ്ട്. അദ്ദേഹമാണ് പരിചരിക്കുന്നത്, സംരക്ഷിക്കുന്നത്, സൂക്ഷിക്കുന്നത്. ഈ തോട്ടം സംരക്ഷിക്കുന്ന ആള് ഇതിന്റെ ഉടമസ്ഥനോട് പറയുക, കർത്താവേ, യജമാനനെ, ഈ ആണ്ടും കൂടെ, ഉറക്കെ പറയാമോ? ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. പറഞ്ഞ് ഈ ആണ്ടും കൂടെ, ഈ 2025 നിൽക്കട്ടെ. അല്ലെങ്കിൽ കഴിഞ്ഞ വർഷമേ പോകേണ്ടതാ അല്ലേ? ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ. അടുത്തത്, മേലാൽ കായ്ച്ചെങ്കിലും. അതിന് മുമ്പ് ഒരു പദമുണ്ട്, ഒന്നുകൂടെ വായിച്ച്. ഞാൻ ഈ അത്തിവൃക്ഷത്തിന് ചുറ്റും എന്ത് ചെയ്യാൻ പോവാ? അപ്പം ഈ അത്തിവൃക്ഷത്തിന്റെ ചുറ്റും കിളയ്ക്കുമ്പോ ഇതിന്റെ റൂട്ട്സ് ഉണ്ടല്ലോ, വേരുകൾ. ചിലതിലൊക്കെ കിളയ്ക്കുമ്പോ കൊള്ളും, മുറി വേൽക്കും, ഒക്കെ സംഭവിക്കും. എന്തിനായിരിക്കും? ഫലം കായ്ക്കപ്പെടണം. പാസ്റ്റർ പറഞ്ഞില്ലേ 2025 അത്ഭുതത്തിന്റെ വർഷമാണ്. എന്നിട്ടാണോ ചെറിയ മുറിവുകളും ഒക്കെ ചോദിച്ചേക്കരുത്. എന്തിനാണെന്ന് അറിയാമോ? ഫലം കഴിക്കണം. ഒന്ന് പറയാമോ? ഞാൻ ഇതിന് ചുറ്റും കിളച്ച്, അടുത്തത് വളമിടുവോളം. അപ്പൊ ഈ അത്തിവൃക്ഷം ഫലം കായ്ക്കണം എന്നുള്ള ആഗ്രഹം ആർക്കുണ്ട്? തോട്ടക്കാരിലുണ്ട്. ഉടമസ്ഥൻ പറഞ്ഞ എന്തുവാ? വെട്ടിക്കള. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്വഭാവം അതായിരുന്നു പണ്ട്, വെട്ടിക്കളയുക. പക്ഷെ പുത്രൻ പറഞ്ഞു, വെയിറ്റ് ചെയ്യേ, ഒരു പക്ഷേ ഇത് നിങ്ങൾ കായ്ച്ചെങ്കിലോ. ഈ കറുകച്ചാലിന്റെ മണ്ണിൽ തമ്പുരാൻ എന്തിനാ നമ്മെ നിർത്തിയതെന്നറിയാമോ? ഈ തന്ന ഈ വർഷം എന്റെ തമ്പുരാനും ഫലമുള്ളവരായി. എഴുതിയിട്ടുണ്ട് ആ ഫലങ്ങള്. നിങ്ങൾ ആ ഡെക്കറേഷനിൽ അത് വായിച്ചോന്ന് എനിക്ക് അറിയത്തില്ല, എന്റെ ഇവിടുത്തെ ഒന്നും കാണുന്നില്ല. ആ ഫലങ്ങളെല്ലാം ആരാണ്ടൊക്കെ പറിച്ചോണ്ട് പോയി. ഈ ഫലം എന്ത് ചെയ്യണം? കായ്ക്കണം. ഇവിടെ തോട്ടക്കാരൻ പറയുക, റിക്വസ്റ്റ് ചെയ്യുക, മേലാൽ കായ്ച്ചെങ്കിലോ. അതിന്റെ പേരാ പിതാവായ യേശു കർത്താവിന്റെ നമ്മളോടുള്ള കൃപ, അവന്റെ ദയ, അവന്റെ കരുണ, അവന്റെ വിശ്വസ്തത. ഹല്ലേലൂയ. നിസ്സാരമായി എടുക്കരുത്. 2025 നമ്മളെ കൊണ്ടുവന്നെങ്കിൽ ഇന്നലെ കുഞ്ഞുകളിച്ച് നടന്ന പോലെ നടക്കാൻ വേണ്ടിയല്ല, ഇന്നലെ സഭായോഗം മുടക്കി പോയതുപോലെ പോകാനല്ല, ഇന്നലകളിൽ പ്രാർത്ഥനാ ജീവിതം ഇല്ലാതിരുന്നത് പോലെ ആകാനല്ല, ഇന്നലകളിൽ ബൈബിൾ വായിച്ചോ എടുത്തോന്ന് പോലും അറിയത്തില്ല, അങ്ങനെ ആയിരിക്കാനല്ല ദൈവമായിരിക്കുന്നത്. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ഫലം കായ്ക്കുന്നവരായിരിക്കും. അതിനായി കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്നു. മേലാൽ ഫലം കായ്ച്ചെങ്കിലോ. ദൈവത്തിന്റെ കരുണയെ നമുക്കൊരു നിമിഷം ഓർക്കാം. ദൈവത്തിന്റെ ദയയെ നമുക്കൊരു നിമിഷം ഓർക്കാം. പുത്രൻ നമ്മളോട് കാണിച്ച ആ സാഹസം എത്രയോ ഭയങ്കരമായിരുന്നു അല്ലേ? നമുക്കൊരു നിമിഷം ഓർക്കാം. കർത്താവേ, പിതാവ് ഞങ്ങൾക്ക് വേണ്ടി പുത്രനെ 2025 വർഷങ്ങൾക്ക് മുൻപ്
കാൽവറിയിൽ തന്ന് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിച്ച് ഞങ്ങൾക്ക് വേണ്ടി സകല പാപവും ശാപവും എല്ലാം പുത്രന്റെ ശിരസിൽ കൊടുത്ത് ഞങ്ങളെ പിന്നെയും നിർത്തിയ അവിടുത്തെ മഹാകൃപയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുതുവർഷത്തിൽ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി. ക്രൂശിലെ കള്ളന്റെ ജീവിതത്തിലെ അവസാന നിമിഷത്തിൽ അവന്റെ ജീവിതത്തിൽ വന്ന മാറ്റവും അവന്റെ ജീവിതത്തിൽ വന്ന ആ പുതിയ പ്രമോഷനും ഒക്കെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അതുപോലെ കർത്താവിന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായി ജീവിപ്പാൻ ഈ 2025 ഞങ്ങളെ സഹായിക്കണം. പുത്രന്റെ ഇഷ്ടത്തിന്, പിതാവിന്റെ ഇഷ്ടത്തിന്, പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിന് ഞങ്ങളെ തന്നെ വിധേയപ്പെടുത്തും. കർത്താവിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുന്നു. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം 23 മുതലുള്ള വേദഭാഗം താഴേക്ക് കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കുകയും ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം. നമുക്ക് വേണ്ടി പുത്രൻ തന്റെ ശരീരം തരിക. എന്റെ ഓർമ്മയ്ക്കായി ഈ അപ്പവീതികളെ വാങ്ങി ഭക്ഷിക്കുകയും അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാണ്. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുകയും എന്ന് യേശു പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പത്തിനെയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പത്തിന്റെയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവരെല്ലാം കർത്താവിന്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാണ്. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. ഈ 2025 പ്രവേശിച്ചു. ഈ നിമിഷം തന്നെ ആ കർത്താവിന്റെ ക്രൂശീകരണത്തെ ഓർത്ത് അവന്റെ ശരീര രക്ത കൂട്ടായ്മ ആ അപ്പം തുറക്കലിൽ നമുക്ക് ഭാഗവത്താകാൻ സ്വർഗീയ ദൈവം നമുക്ക് കൃപയും ഭാഗ്യവും അവസരം ഒരുക്കി തന്നിരിക്കുക. അത് അനുഭവിക്കാൻ നമുക്ക് തയ്യാറാകാം. ദൈവസന്നിധിയിലേക്ക് നിൽക്കാം. യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി സ്തോത്രം 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 നുറുക്കി ഇത് എന്റെ ശരീരമാകുന്നു, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. നമുക്ക് ഒന്നിച്ച് ഈ ശുശ്രൂഷയിൽ കരം നീട്ടാം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Thank you.
തുടക്കത്തിൽ തന്നെ ഞങ്ങളെ യോഗ്യയാക്കിയ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളോട് ചേർന്ന് ഞങ്ങൾ ഇഷ്ടം ചെയ്ത് ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഗ്രഹപ്രകാരം ചെയ്യുക. ഞങ്ങളെ ഓരോരുത്തരെയും ഉപയോഗിക്കാൻ സഹായിക്കുകയും ചെയ്യണം. സകല മഹത്വം കർത്താവിന് യേശുവിന്റെ നാമത്തിൽ തന്നെ. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കാം. നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.